സിഗ്നൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വാഹനത്തിന്റെ പുറകിൽ ഒരു ബൈക്ക് വന്ന് തട്ടി. ബൈക്ക് യാത്രയോട് പറഞ്ഞു, നിങ്ങളുടെ മിസ്റ്റേക്കാണ്, ഇത് നിങ്ങളാണ് നേരിട്ട് വന്ന് തട്ടിയത് എന്ന് പറഞ്ഞു. ഹായ് ഓൾ, ഐ ആം റിയാസ് സ്കൈവിൽസ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിലൊരു കസ്റ്റമർ വരികയുണ്ടായി. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ക്യാമറയാണ്. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ഒരു പർപ്പസ്, എന്താവശ്യം ഫുൾഫിൽ ചെയ്യാനാണ് നമ്മൾ ഈ DVR വെക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 2 ആഴ്ച മുന്നേ അദ്ദേഹം ഒരു ട്രാഫിക് സിഗ്നൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പുറകിൽ ഒരു ബൈക്ക് വന്ന് ഇടിക്കുകയുണ്ടായി. ആ ബൈക്ക് ഇടിച്ചതിന് ശേഷം ആ ബൈക്ക് ഓടിച്ച ആൾ പെട്ടെന്ന് അവിടുന്ന് കടന്നു കളയാൻ ശ്രമിച്ചു. അപ്പോൾ ട്രാഫിക്കിൽ തിരക്ക് കാരണം അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ട് ഈ വാഹനത്തിൽ നമ്മുടെ കസ്റ്റമർ വാഹനത്തിൽ ഇറങ്ങി അദ്ദേഹത്തോട് വണ്ടി നോക്കിയപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ബൈക്ക് യാത്രക്കാരൻ പറഞ്ഞത്, നിങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ടാണ് തട്ടിയത്, അല്ലാണ്ട് ഞാൻ നേരെ ഒന്ന് തട്ടിയതല്ല എന്നുള്ളൊരു വാദമാണ് അവിടെ ഉന്നയിച്ചത്. സ്വാഭാവികമായി അവിടെ തർക്കം ഉടലെടുത്തു. കുറച്ച് നേരം അവർ റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും പിറകിൽ വന്ന ഒരു ബ്രസ കസ്റ്റമർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ തർക്കത്തിൽ ഇടപെട്ട് പറഞ്ഞു, ബൈക്കുകാരനോട് പറഞ്ഞു, നിങ്ങളുടെ ബൈക്കുകാരൻ്റെ ഭാഗത്താണ് തെറ്റ്, നീയാണ് നേരെ വന്ന് ഇടിച്ചതെന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഈ ബൈക്കുകാരൻ തീരെ സമ്മതിക്കാതെയായി. ഒടുവിൽ ഈ ബ്രസയുടെ ഉള്ള യാത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നോക്കി എന്തൊക്കെയോ നോക്കിയതിന് ശേഷം ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഈ ബൈക്ക് വരുന്നതും തട്ടുന്നതും എല്ലാം തന്നെ പതിഞ്ഞിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്നാണ് ഈ കസ്റ്റമർ, നമ്മുടെ അടുത്ത് വന്ന ഈ കസ്റ്റമർ ബ്രസ യാത്രക്കാരൻ ചോദിക്കുന്നു. സ്വാഭാവികമായി ആ ബ്രസ വാഹനത്തിനകത്ത് ഫ്രണ്ട് DVR ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രേഖപ്പെടുത്തിയ ആ വീഡിയോ റെക്കോർഡിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു തർക്കത്തിൽ നിന്ന് അവിടുന്ന് മാറിക്കളയാനും ഈ ബൈക്ക് യാത്രക്കാരൻ്റെ തെറ്റ് തിരിച്ചു കാണിച്ചു കൊടുക്കാനും എല്ലാം കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ പല അനുഭവങ്ങൾ നമുക്കും വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് ആ നമ്മുടെ അടുത്ത് വന്ന കസ്റ്റമർ ആവശ്യപ്പെട്ടതും അദ്ദേഹത്തിന് വാഹനത്തിൻ്റെ പിറകു സൈഡിലും ഫ്രണ്ടിലും റിയറിലുമായിട്ടുള്ള DVR എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ പറഞ്ഞ ബ്രസയുടെ യാത്രക്കാരനാണ് നമ്മുടെ സ്കൈവിൽസിനെ റെഫർ ചെയ്തതും അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ DVRമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് അറിയാത്ത പലരുണ്ട്. ഇന്ന് ഇറങ്ങുന്ന ഒരുപാട് ന്യൂജൻ വാഹനത്തിൽ DVRs വാഹനത്തിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ മുൻകാല വാഹനത്തിലോ അല്ലെങ്കിൽ ബേസ് മോഡൽ വാഹനത്തിലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യകതയും ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രൂപവും എല്ലാം തന്നെ ഒരു പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സ്കൈവിൽസ് മോട്ടോർ ഹബ്. ഫ്രണ്ട് ക്യാമറകൾ അല്ലെങ്കിൽ ഫ്രണ്ട് DVRകൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബൈക്ക് യാത്രക്കാർ ഈ റൈഡിനൊക്കെ പോകുന്ന സമയത്ത് ഹെൽമെറ്റിന് മുകളിലെല്ലാം വെച്ചുകൊണ്ട് അവർ യാത്രയെല്ലാം ഒപ്പിയെടുക്കുമായിരുന്നു. ഇന്ന് കാറുകളിൽ ഇത് സുലഭമായി വരുന്നതിന് ആവശ്യം തന്നെ നമുക്കറിയാം, ട്രാഫിക്കിൽ വരുന്ന പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നതിനും മറ്റു പല ആളുകൾ ദൂരയാത്രകളും കൂടുതൽ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ അവർ സഞ്ചരിക്കുന്ന വഴികളെല്ലാം തന്നെ ഒപ്പിയെടുക്കുന്നതിനെല്ലാം തന്നെ ഇത്തരത്തിലുള്ള DVR യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു DVR ആണ് ഈ ടൈപ്പ്. നമുക്കിത് ഫ്രണ്ട് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൽ ഒന്നുകിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ആണെങ്കിൽ അതിൽ തന്നെ നമുക്കിത് പ്ലേ ചെയ്ത് കാണാൻ കഴിയും. അതിൽ ഈ മെമ്മറി കാർഡ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ ലാപ്പിലോ കമ്പ്യൂട്ടറിലോ എല്ലാം ഇട്ടുകൊണ്ട് അതിൻ്റെ റെക്കോർഡിങ്സ് എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് മിനിമലായ ഒരു പർപ്പസാണ് പലപ്പോഴും നടക്കാറുള്ളത്. കാരണം ഇതിൽ ഓവറായിട്ടുള്ള GBs അല്ലെങ്കിൽ സ്പേസ് ഇതിൽ കണ്ടെത്താൻ കഴിയാറില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള DVR ആണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. സെക്കൻഡ്ലി നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ DVR ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറാസ്. ഇത് നമുക്ക് 2 പർപ്പസും, അതായത് ഒരേ സമയം ഫ്രണ്ടും ബാക്കും നമുക്ക് റെക്കോർഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന മെമ്മറി കാർഡ് 64 GB എബോ നമുക്കിതിൽ സപ്പോർട്ടഡ് ആവും. ഈ ഡിവൈസിൻ്റെ സറൗണ്ടിലുള്ള വൈഫൈ ലെവലിൽ നമുക്കിതിൻ്റെ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈവായിട്ട് മൊബൈൽ കാണാൻ കഴിയും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു വിഷ്വലൈസേഷൻ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ റേഞ്ചിൽ നിൽക്കുന്ന വൈഫൈക്കകത്ത് നമുക്ക് ഇതിൻ്റെ വിഷ്വൽസ് കാണാനും അതിൻ്റെ റെക്കോർഡിങ്സ് നോക്കി നമുക്ക് പരിശോധിക്കാനെല്ലാം കഴിയും. ഇപ്പോൾ ഈവൻ നമ്മളൊരു നേരത്തെ പറഞ്ഞ ആ ട്രാഫിക്കിൽ സംഭവിച്ച തർക്കം ആ വാഹനത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള DVR ആയിരുന്നു. അതുകൊണ്ടാണ് ആ വാഹനത്തിൻ്റെ പരിധിയിൽ സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കാണിച്ചു കൊടുക്കാനും അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് മാറ്റിക്കളയാനൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോസിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പിലെല്ലാം തന്നെ എടുത്ത് നമുക്കത് സേവ് ചെയ്തിടാനും പിന്നീട് അത് യൂസ് ചെയ്യാനും കഴിയുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. തേർഡ്ലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു DVR ആണ്. ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കൊരു 4G SIM ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ലൈവ് ട്രാക്കിംഗ് കിട്ടും. ഈ വാഹനത്തിന് എത്ര കിലോമീറ്റർ സ്പീഡിലാണ്, എത്ര ഡ്യൂറേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ലൊക്കേഷൻ എക്സാക്റ്റ് ട്രാക്കിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു GPS പോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ
ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഇഗ്നിഷൻ മറ്റു ഓൺ ആണോ എല്ലാം തന്നെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ കിട്ടും. ഒപ്പം ഈ വാഹനത്തിൻ്റെ ലൈവ് വീഡിയോ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ദുബായിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരാണ്, നിങ്ങളുടെ വാഹനം എവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഗുഡ്സ് കാരിയർ ചെയ്യുന്ന വാഹനം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ സ്റ്റാഫുകൾ വാഹനമായിട്ട് പോയിട്ടുണ്ട്, അപ്പോൾ ആ വാഹനത്തിൻ്റെ എവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ റെക്കോർഡിംഗ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതുവഴി കാണാൻ കഴിയും. ഇതിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയുന്നതാണ്. ഒപ്പം നമ്മൾ ഒരു പാർക്ക് ചെയ്ത് പോയി വാഹനം നമുക്ക് എവിടെയെന്ന് അറിയുന്നില്ല, ആ സമയത്ത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ വാഹനം ലൈവായിട്ട് എടുക്കുന്ന ലൊക്കേഷൻ എല്ലാം തന്നെ നമുക്ക് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ 64 മെമ്മറി കാർഡും അത് മുകളിൽ നമുക്ക് സപ്പോർട്ടീവ് ആണ്. അത് തന്നെ നമുക്ക് ലാപ്പിലോ മറ്റും യൂസ് ചെയ്ത് റെക്കോർഡ് സേവ് ചെയ്യാൻ പറ്റും. ഒപ്പം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ലോകത്ത് എവിടെയായിരുന്നാൽ പോലും ഈ സിമ്മിൻ്റെ റേഞ്ചിൽ നിൽക്കുന്ന രീതിയിലുള്ള ട്രാക്കിങ്ങും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ DVRs എല്ലാം തന്നെ ഫ്രണ്ട് ആയിക്കോട്ടെ, ഫ്രണ്ട് ആൻഡ് ബാക്ക് DVRs വരുന്നുണ്ട്. ഇനി ക്യാബിൻ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള DVRs അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്നത്? അപ്പോൾ എല്ലാവർക്കും എല്ലാം ആവശ്യം ഉണ്ടായിരിക്കില്ല, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചിലവർക്കും ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പർപ്പസ് നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും നിങ്ങൾ ഔട്ട്സൈഡ് ആണ്, നിങ്ങൾക്ക് വാഹനത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് എപ്പോഴും അറിയേണ്ട ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാക്കിങ്ങോട് ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് വീഡിയോ കാണാൻ കഴിയുന്ന DVR യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് പരിശോധിച്ച് ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം. ഒപ്പം മികച്ച ബ്രാൻഡുകളെ തിരഞ്ഞെടുക്കാം. നമ്മൾ കാണിച്ചിട്ടുള്ള ബ്രാൻഡുകളെല്ലാം ലാൻകാസ്റ്റർ, മെഗാ ഓഡിയോ തുടങ്ങിയ നല്ല ബ്രാൻഡുകളാണ്, നല്ല ക്വാളിറ്റി ക്യാമറകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ബ്രാൻഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന മികച്ച ബ്രാൻഡുകളെ കണ്ടെത്തി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സേഫ് ആൻഡ് സെക്യൂർ മോട്ടറിംഗ് ആശംസിക്കുന്നു. താങ്ക് യു. സൈനിങ് ഓഫ് റിയാസ് കൈവിൽസ്.